ഹായ് ഗൈസ്, ഇന്നിവിടെ നല്ല മഴയാണ്. ഒരാൾ പോയി നിന്ന് നോക്കുന്നുണ്ട്. ഒരാൾ ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്. ഇങ്ങനെ ഞങ്ങൾ 3 പേര് ഇങ്ങനെ മഴ കണ്ടുകൊണ്ട് ഇവിടെ ഇരിക്കുകയാണ്. ഇന്ന് കാലത്തെ വാക്കിങ്ങിന് പോകാൻ പറ്റിയില്ല. മഴ പൊടിച്ചതുകൊണ്ട് പിന്നെ എനിക്ക് ചെറുതായിട്ട് മഴ നനഞ്ഞാലും പനി പിടിക്കും, ജലദോഷം. അതുകൊണ്ട് പിന്നെ ഞാൻ പോയില്ല. അങ്ങനെ ഇരിക്കുന്നു. പിന്നെ എല്ലാവരുടെയും നാട്ടിൽ ഇന്നലെയൊക്കെ ഇവിടെ നല്ല തെളിച്ചമുണ്ടായിരുന്നു, നല്ല വെയിലായിരുന്നു, നല്ല ക്ലൈമറ്റായിരുന്നു. പക്ഷേ ഇന്നായപ്പോഴത്തേനും നല്ല മഴ. പിന്നെ എല്ലാവരുടെയും നാട്ടിലും മഴയൊക്കെ ഉണ്ടാവും. എന്തൊക്കെ എല്ലാവർക്കും വിശേഷങ്ങൾ. കുറേ ദിവസമായി ഞാനൊരു ഷോർട്ട് വീഡിയോസൊക്കെ ഇടുമെങ്കിലും ഒരു വീഡിയോ പിടിച്ചിട്ടിട്ട് കുറച്ച് ദിവസമായി. അവനെ വിളിക്കുക, കളിക്കാനാ. എൻ്റെ കുരുപ്പുകൾ 2 എണ്ണം. പെണ്ണ് ഭയങ്കര മല്ലി പിടിച്ച സാധനമാണ്. ചട്ടമ്പി കല്യാണി എന്ന് പറയാം, അതേപോലെയാണ്. ലക്കിക്കുട്ടന് ഇവളുമായിട്ട് ആദ്യമൊന്നും ഇണങ്ങില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പ്രയാസം പോലെയായിരുന്നു. പക്ഷേ എന്തായാലും ഇപ്പം 2 നല്ല കമ്പനിയായി, ഭയങ്കര സ്നേഹം. അത് പെണ്ണാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അവനെ കമ്പനി അടിച്ചെടുത്തത്. കണ്ടില്ലേ കയറിയിരിക്കുന്നത്? അയ്യോ എനിക്ക് വയ്യ. അങ്ങനെ കുറ്റം കിട്ടിയ ഒരു പെണ്ണാണ് ഇത്. ഭയങ്കര സ്നേഹമാണ് കേട്ടോ, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അല്ല, അക്കിക്കുട്ടനെ പിന്നെ നമ്മൾ കണ്ണ് തുറക്കുന്നതിന് മുന്നേ കൊണ്ടുവന്നായതുകൊണ്ട് അവൻ കണ്ണ് തുറന്ന് എന്നെയും ഇവിടെയൊക്കെയാണ് കണ്ടത്. അതുകൊണ്ട് അവന് വേറെ ആരുമായിട്ട് അങ്ങനെ ഒരു അടുപ്പവും ഇങ്ങനെ ഓട്ടവും കളിയും മിരുവിരിപ്പും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അവനെ നമ്മൾ അമൂൽ ബേബിയെ പോലെ വളർത്തിയതാണ്. പക്ഷെങ്കിൽ ഇവളങ്ങനെയല്ല. ഇവള് ഇച്ചിരി വില്ലത്തിയാണ്. എന്നാലും നല്ല സ്നേഹമാണ് കേട്ടോ, ഭയങ്കര സ്നേഹമാണ്. നമുക്ക് സമയം പോകുന്നത് അറിയേയില്ല. മോളെ മോളെ മിരുമിരാ നടന്ന് കടി, മിരുമിരാ നടന്ന് കടിയാണ് ജോലി അവൾക്ക്. ഒരു സാധനം ഒരിടത്ത് വെച്ചേക്കാൻ പറ്റില്ല. പക്ഷെ കുഞ്ഞങ്ങനെയല്ലായിരുന്നു. അവനാണെന്നൊരു ഒരു സാധനത്തെ അവന് കുറേ കളിക്കുന്ന ടോയ്സൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് അവനതൊക്കെയായിരുന്നു അവൻ്റെ ലോകം എന്ന് പറഞ്ഞാൽ. പക്ഷേങ്കിൽ ഇവളങ്ങനെയല്ല. ഇവള് സർവത്ര സാധനവും വാരിയിട്ട് നിരത്തി നശിപ്പിച്ചു കളയും. അതുകൊണ്ട് ഇപ്പോൾ ഒരു സാധനവും ഒരിടത്ത് അവളുടെ കൈ എത്തുന്നിടത്ത് വെക്കാൻ പറ്റില്ല. ലേ ഏഞ്ചലാ, ഏഞ്ചൽ എന്നാണ് പേരെങ്കിലും ഞാൻ അഞ്ചലേ എന്നൊക്കെ വിളിക്കും. കൂടി വരും. ഇതൊക്കെയാണ് ഗൈസ്. കാലത്തെ കപ്പ അവിച്ചു. നല്ല ഒത്തിരി ദിവസം കൂടിയിട്ടാണ് ഇന്ന് അയല മീൻ കിട്ടുന്നത്. അയല മീൻ എന്ന് പറഞ്ഞാൽ ചെറിയ അയലയാണ് കേട്ടോ, വലുതല്ല. അപ്പോൾ അതിനെ കറി വെച്ചു. അങ്ങനെയൊക്കെ ഇരിക്കും കാര്യങ്ങൾ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് ഗൈസ് വിശേഷം? ഇന്നത്തെ കാലാവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ടൊരു ബുദ്ധിമുട്ട്. വെയിലൊക്കെ ആണെങ്കിൽ പിന്നെ ഒരു ഉഷാർ, തണുപ്പാണെങ്കിൽ പിന്നെ അവിഞ്ഞിരിക്കുകയല്ലേ. നിങ്ങൾ നോക്കണം ഗൈസ്, ഇവിടെ കാണിക്കുന്ന പരിപാടി. എൻ്റെ കൊലുസിനെ കടിച്ചു പറയും. കുരുത്തക്കേടേ ഉള്ളു കയ്യിൽ പണി. അപ്പം എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേ. ഹായ് ഹായ് പറ മോളു, ഹായ് പറ. ഹായ്, ഇങ്ങനെയാണ് ഹായ് പറയുന്നത്. ഇങ്ങനെയാണ് ഒരു ഹായ് പറയുന്നത്. ചെല്ലക്കിളി. ഇതേ ഗൈസ്, തട്ടമ്പി കല്യാണി ഇവിടെ ഇരിപ്പുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് പിന്നെ കാണാം കേട്ടോ. ഓക്കേ.